ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലെത്തും. വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടും കോടതി വിശദമായി പരിശോധിക്കും. ഓഡിറ്റ് വിഭാഗം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറും കോടതിയിൽ ഹാജരാകും. ഡിജിറ്റൽ ഇടപാടുകളിലടക്കം ഗുരുതരമായ വീഴ്ചയെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്ന വിവരങ്ങളുമായി നിഷ ദിലീപുണ്ട്. നിഷ, വളരെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള വീഴ്ചകൾ, ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയായിരിക്കും തുടർ നീക്കങ്ങൾ? അശ്വതി, രാഖി, ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഡിജിറ്റൽ പണമിടപാടുകളിലടക്കം വലിയ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇന്ന് ഓഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറോട് ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഗുരുവായൂർ ദേവസ്വത്തിൽ വഴിപാടുകൾക്കടക്കം QR കോഡുകൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ വഴിപാടുകളടക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും, ഈ വരുമാനമൊന്നും തന്നെ, അല്ലെങ്കിൽ ഭക്തർ നൽകുന്ന ഈ പണമൊന്നും തന്നെ കണക്കുകളിൽ വരുന്നില്ല എന്നതാണ് ഈ വീഴ്ചകൾക്ക് കാരണമായി പറയുന്നത്. എന്തായാലും ഡിജിറ്റൽ പണമിടപാടുകൾ കുറ്റമറ്റ രീതിയിലുള്ളതാക്കാനായി നിലവിലെ സംവിധാനം പരാജയപ്പെട്ടു എന്ന് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. 43 വർഷമായിട്ടും ക്ഷേത്രത്തിലെ ഭൗതിക പരിശോധന നടന്നിട്ടില്ല. അതായത് ക്ഷേത്രത്തിലെ സ്വർണം, വെള്ളി, അതുപോലെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഇവയുടെ കണക്കെടുപ്പൊന്നും 43 വർഷമായിട്ടും നടന്നിട്ടില്ല എന്ന ഗുരുതരമായ ഒരു വീഴ്ച ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹൈക്കോടതി ഇത് സ്വമേധയാ എടുത്ത കേസാണെന്ന് കൂടി എടുത്തു പറയണം. ഈ 43 വർഷമായിട്ടും വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഭൗതിക പരിശോധന നടന്നിട്ടില്ല. 2011-12 മുതൽ 2019-20 വരെയുള്ള കാലഘട്ടത്തിൽ 54.59 കോടിയുടെ എതിർപ്പുകൾ ഈ ഓഡിറ്റ് വകുപ്പ് ഉന്നയിച്ചിട്ടും അവയൊന്നും ഇതുവരെ തീർപ്പാക്കിയില്ല എന്ന ഒരു ഗുരുതരമായ ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ 107 കോടിയുടെ നഷ്ടക്കണക്കും ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാർഷിക അക്കൗണ്ടുകൾ സമർപ്പിക്കുന്നതിലടക്കം ഗുരുവായൂർ ദേവസ്വത്തിന് വൻ വീഴ്ചയാണ് സംഭവിച്ചതെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ ഓഡിറ്റിന്റെ സ്ഥിതി അറിയാനാണ് ഡെപ്യൂട്ടി ഡയറക്ടറെ കോടതി ഇന്ന് വിളിച്ചു വരുത്തുന്നത്. സാമ്പത്തിക ഇടപാടുകളിലടക്കം, എല്ലാ ദേവസ്വത്തിലെയും പോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിലടക്കം സുതാര്യത ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഗുരുവായൂർ ദേവസ്വത്തിനെ നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്തായാലും ഈ നിലവിലെ ഓഡിറ്റിന്റെ സ്ഥിതി പരിശോധിക്കാനും സ്ഥിതി അറിയാനും ഒക്കെയാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്.